അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സമാജ്വാദി പാർട്ടിക്കും ബിഎസ്പിക്കും ക്ഷണം. അഖിലേഷ് യാദവിനെയും മായാവതിയും ക്ഷണിച്ചെന്ന് വിഎച്ച്പി അറിയിച്ചു. ബൽറാം നെടുങ്ങാടിയുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, കൂടുതൽ പേർക്ക് ക്ഷണം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബൽറാം, കേൾക്കാമെങ്കിൽ കൂടുതൽ പേരെ ക്ഷണിക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഈ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ിലേക്ക് കൂടുതൽ പേരെ ക്ഷണിക്കുകയാണ്. വിഎച്ച്പി ആണ് ഇക്കാര്യം അറിയിച്ചിരുന്നത്. ഈ ചടങ്ങിലേക്ക് സമാജ്വാദി പാർട്ടിയെ ക്ഷണിക്കില്ല എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. കാരണം കർഷക ഭീകരർക്ക് നേരെ വെടിയുതിർത്ത പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി എന്നതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടിയെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കില്ല എന്നായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന വിശദീകരണം എന്നുള്ളത്. തങ്ങൾക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല എന്നും സമാജ്വാദി പാർട്ടിയും അറിയിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ വിഎച്ച്പി അറിയിച്ചിരിക്കുന്ന ചടങ്ങിലേക്ക് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനെ ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ബിഎസ്പി അധ്യക്ഷ മായാവതിയെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നും വിഎച്ച്പി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിഎച്ച്പിയുടെ നേതൃത്വത്തിലാണ് എൽകെ അദ്വാനിയെ പ്രതിഷ്ഠാ ചടങ്ങിനായി ക്ഷണിച്ചത്. ശേഷം ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എൽകെ അദ്വാനി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന സ്ഥിരീകരണം നടത്തിയതും വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെയാണ്. കൂടുതൽ നേതാക്കളെ ഈ ചടങ്ങിലേക്ക് എത്തിക്കാനുള്ള നീക്കം തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അതേസമയം ഈ പ്രതിഷ്ഠാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ സജീവമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷ നൽകുന്നതിനായി രാമക്ഷേത്രത്തിന് നിലവിൽ ഇപ്പോൾ അവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് CISF ആണ്. CISFനെ പിൻവലിച്ചുകൊണ്ട് സംസ്ഥാന പോലീസ് തന്നെ ഈ സുരക്ഷാ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഈ സംസ്ഥാന പോലീസിലെ ഉത്തർപ്രദേശ് പോലീസിലെ ഒരു സംഘത്തിന് പ്രത്യേക പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. NSG ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പരിശീലനത്തിന് സമാനമായ തരത്തിലുള്ള പരിശീലനമാണ് ഉത്തർപ്രദേശ് പോലീസിലെ ഈ സുരക്ഷാ ചുമതലയുള്ള സംഘത്തിന് നൽകുന്നത്. മറ്റ് ഒരുക്കങ്ങൾ ഈ ഉൾപ്പെടെയുള്ളവ സജീവമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അയോധ്യയിൽ. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.